സെൻറ്റർ യൂട്യൂബ് ചാനലിൻ്റെ കേട്ടിട്ട് സീരീസിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടറ്റ് 4 മെയ് 2021 അതിൻ്റെ PYQ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നോക്കാം, നമുക്ക് PYQ നമ്മൾ നോക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു PSCയെ സംബന്ധിച്ചിടത്തോളം, കേട്ടറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇങ്ങനെയുള്ള പരീക്ഷകളൊക്കെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചർച്ച ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ആ 2021 മെയ്യിൽ ചോദിച്ചിട്ടുള്ളത് ഇൽമുൻ നഹവിൽ നിന്ന് 10 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇൽമുൽ ബലാഗ 6 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അദബുൽ അറബി സാഹിത്യത്തിൽ നിന്ന് 9 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇസ്ലാമിയാത്തിൽ നിന്ന് 9 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അൽ അറബി അൽ ആമ്മ പൊതുവായ അറബി നോളജിനെ കുറിച്ചിട്ട് 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അൽ അദബുൽ ഹിന്ദി 1 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇൽമുൽ അറൂൽ 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ്റെ നിലവാരം. പിന്നെ 10 ചോദ്യം ഇസ്തിആബാണ്. ഇസ്തിആബ് എന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ ക്ലാസ്സുകളിൽ അത് വിശദീകരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൽ ഒന്നാമത് ചോദിച്ചിട്ടുള്ള ചോദ്യം 71ാമത്തെ ചോദ്യമാണ് കേട്ടോ. അൽബിൻതുൽ ജാലിസ ത്വാലിബത്തുൻ. അൽബിൻതുൽ ജാലിസ ത്വാലിബത്തുൻ. അൽബിൻതു അൽ ജാലിസത്തു ത്വാലിബത്തുൻ. ചോദ്യം ഇതാണ്, അൽബിൻതു ഫി ഹാദിഹിൽ ജുംല. അൽബിൻതു ഫി ഹാദിഹിൽ ജുംല. ഈ ഒരു ചോദ്യത്തിൽ ബിൻത്ത് എന്നുള്ള പദം എന്താണ് എന്നാണ്. ബിൻത്ത് എന്നുള്ള പദം അത് മുബ്തദ ആണോ, ഫാഇലാണോ, മഫ്ഊലാണോ, ഖബറാണോ എന്നതാണ്. ഓക്കെ, നമ്മൾ നോക്കാം. എന്താണ് മുബ്തദ? ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വലി ജുംല. ഇസ്മുൻ അതൊരു നൗണാണ്, ഒരു നാമമാണ്. മർഫൂഉൻ റഫ്അ് ചെയ്യപ്പെട്ടിട്ടുള്ള, റഫ്അ് നൽകപ്പെട്ടിട്ടുള്ള ഒരു ഇസ്മാണ് ഏത്? മുബ്തദ. ഫി അവ്വലി ജുംല, ഒരു ജുംലയുടെ ആദ്യത്തിലായിരിക്കും അത്. ഓക്കെ, ഇനി ഫാഇൽ എന്താണ്? ഫാഇൽ ഇസ്മുൻ മർഫൂഉൻ, ഇസ്മാണ്, റഫ്ആണ്. തഖദ്ദമഹു ഫിഅലുൻ, അതിന് മുന്നിൽ എന്തുണ്ടാകും? ഒരു ഫിഅൽ ഉണ്ടാകും, ഒരു വെർബ് ഉണ്ടാകും. വദല്ല അലല്ലദി ഫഅലൽ ഫിഅൽ, ഈ ഫാഇൽ എന്ത് ചെയ്യുന്നു? അത് അറിയിക്കുന്നുണ്ട് ആരാണ് ആ ഒരു ക്രിയ അല്ലെങ്കിൽ ആ ഒരു ഫിഅൽ പ്രവർത്തിച്ചത് എന്ന് അറിയിക്കുന്നതിനെയാണ് ഫാഇൽ എന്ന് പറയുക. ഇനി മഫ്ഊൽ എന്താണ്? ഓപ്ഷനിൽ സി ഓപ്ഷൻ ഏതാണ്? ഇസ്മുൻ മൻസൂബുൻ വഖഅ അലൈഹി ഫിഅലുൽ ഫാഇൽ. അല്ലേ, ഇസ്മുൻ മൻസൂബുൻ നസ്ബ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫിഅലാണ്. വഖഅ അലൈഹി അതുമേൽ വെക്കുന്നു ഫിഅലുൽ ഫാഇൽ, ഫാഇലിൻ്റെ പ്രവൃത്തി എന്താണോ, ചെയ്ത കാര്യം എന്താണോ അതിനെ അറിയിക്കുന്നു. ഇനി ഖബർ എന്താണ്? ഇസ്മുൻ മർഫൂഉൻ യുകവ്വിനു മഅൽ മുബ്തദഇ ജുംലതൻ മുഫീദതൻ. റഫ്അ ചെയ്യപ്പെട്ടിട്ടുള്ള നാമമാണ്, നൗണാണ്. യുകവ്വിനു മഅൽ മുബ്തദ, അത് മുബ്തദഇനോട് കൂടെയാണ് വരിക. ജുംല മുഫീദ, ഒരു ജുംല മുഫീദ. നമ്മുടെ വിഷയം അൽ ബിൻതു അൽ ജാലിസത്തു ത്വാലിബത്തുൻ എന്നുള്ളതാണ്. ഇതിൽ ബിൻത്ത് ഏതാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ, ഏതായിരിക്കും? അതെ, ഓക്കെ, ശരിയായ ആൻസർ എ ആണ്, മുബ്തദ ആണ്. കണ്ടോ, ഇസ്മാണ്, മർഫു ആണ്. അൽ ബിൻതു ഫി അവ്വലി ജുംല, ജുംലയുടെ ഒന്നാമത്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിട്ടോ. അടുത്ത ചോദ്യം, ഇഖ്തർ അൽ-ലർഫ് മിനൽ ആതിയ. ഇഖ്തർ അൽ-ലർഫ് മിനൽ ആതിയ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്താണെന്ന് അറിയണം, എന്നാലേ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുള്ളൂ ഉത്തരം. നോക്കുക, മിൻ എന്നുള്ളത് ഹർഫു ജറിൽപ്പെട്ടിട്ടുള്ള, ഹുറൂഫുൽ ജറിൽപ്പെട്ടിട്ടുള്ളതാണ്. ഏത്? മിൻ. യുജറുൽ ഇസ്മു ഇദാ സബഖഹു ഹർഫു മിൻ ഹുറൂഫിൽ ജർ. അപ്പോൾ ജറിൻ്റെ ഹറഫ് ഏതെങ്കിലും ഒന്ന് ചേർന്നാൽ എന്ത് ചെയ്യും? ഇസ്മിനെ ജർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ മിന്ന് അതിൽപ്പെട്ടതാണ്. ഇനി
അമാമ എന്നുള്ളത് ലറഫ് സമാനാണ്, ലറഫ് മക്കാനാണ്. അൻ ഞാനത് ഒന്നും കൂടി കൂട്ടി എഴുതിയതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ജറിൻ്റെ ഹർഫുകളാണ്. അപ്പം മിന്ന്, അന്ന്, മുന്തു എന്നുള്ളതൊക്കെ ജറിൻ്റെ ഹർഫുകളാണ്. അതിൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ട ജറിൻ്റെ ഹർഫുകൾ മിൻ, ഇല, അല, അൻ, ഫി, ലി, ബി എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് നഹ്വുൽ വാദിൽ നമുക്ക് ഇതാണ് കാണാൻ പറ്റുക. ഓക്കെ, നമുക്ക് അൽഫിയയിലൊക്കെ ഹാക്ക ഹുറൂഫുൽ ജർരി വഹിയ മിൻ ഇല ഹത്ത അല ഹഷ ഗദ അൻ ഫി അല മുദുദ്ദുറുബല്ലാമു കൈവാവും വത വൽബാ വൽയ വലഅല്ല വമത, അങ്ങനെ കുറേ ജറിൻ്റെ ഹർഫുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായ ആൻസർ കിട്ടിയിട്ടുണ്ടാകും അല്ലേ? ഏതാണ് ഓപ്ഷന്? ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. ഓക്കെ, അടുത്തത് ഖുലിൽ ഹഖ്ക വലൗ കാന മുർറൻ. ഖുലിൽ ഹഖ്ക വലൗ കാന മുർറൻ കലിമത്തു അൽ ഹഖ് ഫി ഹാദിഹിൽ ജുംല. ഇങ്ങനെയാണ് ചോദ്യം വരിക കേട്ടോ. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. കലിമത്തു അൽ ഹഖ്, ഹക്ക് എന്നുള്ള കലിമ ഫി ഹാദിഹിൽ ജുംല, ഈ ജുംലയിൽ ഹക്ക് എന്നുള്ളത് ഫായിലാണോ, മഫ്ഊലാണോ, സിഫത്താണോ, ഖബറാണോ? ഫായിൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ ചോദ്യം പറഞ്ഞു അല്ലേ? ഇസ്മുൻ മർഫൂൻ തഖദ്ദമഹു ഫിഅലുൻ വദല്ല അലല്ലദി ഫഅലൽ ഫിഅൽ. മഫ്ഊൽ എന്താ? ഇസ്മുൻ മൻസൂബാണ്, നസ്ബ് ചെയ്യപ്പെട്ടതാണ്. ഇനി സിഫത്ത് എന്താണ് നമുക്ക് നോക്കാം. അന്നാഅത്ത്, സിഫത്ത് അല്ലെങ്കിൽ നാഅത്ത്. ഇസ്മുൻ യദുല്ലു അല സിഫത്തിൻ ഫി ഇസ്മിൻ ഖബ്ലഹു. ഇസ്മുൻ അത് അറിയിക്കുന്നു, യദുല്ലു ഇസ്മുൻ യദുല്ലു അറിയിക്കുന്ന ഒരു നൗണാണ്, അല സിഫത്തിൻ ഒരു സിഫത്തിനെ ഒരു വിശേഷണത്തെ, ഫി ഇസ്മിൻ ഖബ്ലഹു അതിന് മുന്നേ വന്നിട്ടുള്ള ഒരു ഇസ്മിൻ്റെ സിഫത്ത് അറിയിക്കുന്നതാണ് ഇത് നാഅത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഖബറും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിലേതായിരിക്കും? പറഞ്ഞോളി. ഇപ്പം നോക്കുക, കുലിൽ, കുൽ അത് ഫിഅല് അംറാണ്. അപ്പോൾ അംറിൻ്റെ ഫിഅലിൽ എന്തുണ്ട്? ഫിഅലും ഉണ്ട്, ഫായിലും ഉണ്ട്. കുൽ എന്നുള്ള ഫിഅലും ഉണ്ട്, അൻത എന്നുള്ള ഫായിലും ഉണ്ട്. പിന്നെ വരേണ്ടത് ഏതാണ്? പിന്നെ വരേണ്ടത് മഫ്ഊലാണ്. അപ്പോൾ ശരിയായ ആൻസർ ഏതാ? ശരിയായ ആൻസർ മഫ്ഊലു ബിഹി അല്ലേ? മഫ്ഊലാണ്. കുലിൽ ഹഖ്ക എന്നാണ്, കുലിൽ ഹഖ്ക. അടുത്തത് അദദ് മഅദൂദിൽ നിന്നുള്ള ചോദ്യമാണ് അടുത്തത്. വഫിൽ മദ്റസതി ദാരിസുൻ. വഫിൽ മദ്റസതി ദാരിസുൻ വാഹിദത്തുൻ വാഹിദുൻ അഹദുൻ കുല്ലുൻ സഹീഹ് അല്ലേ? എന്താ അർത്ഥം? എന്താ? വഫിൽ മദ്റസതി സ്കൂളിലുണ്ട്, ദാരിസുൻ കുട്ടി, വാഹിദത്തുൻ എന്നാണോ പറയുക, വാഹിദുൻ എന്നാണോ പറയുക, അഹദുൻ എന്നാണോ പറയുക, കുല്ലുൻ സഹീഹ് ഇതെല്ലാം പറയൂ എന്നുള്ളതാണ്. ഏതായിരിക്കും ആൻസർ? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അല്ലേ? ഏതായിരിക്കും? വാഹിദത്താണോ? വാഹിദത്താവണമെങ്കിൽ ഇവിടെ എന്ത് വേണം? അദദ് മഅദൂദിൻ്റെ കേസിൽ ചില നിയമങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഏത്? വാഹിദ് ഇസ്നാൻ രണ്ടിനും ഒരേ നിയമമാണ്. പിന്നെ 3 മുതൽ 10 വരെ ഒരു നിയമമാണ്, 11 മുതൽ 99 വരെ ഒരു നിയമമാണ്. അത് ഇൻഷാ അല്ലാഹ് അദദ് മഅദൂദിൻ്റെ ഒരു ക്ലാസ് തന്നെ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതിലേതായിരിക്കും? അതെ, ഒരേ നിയമമാണ്, ദാരിസ് അല്ലേ? അദദ് അല്ല മഅദൂദ് മുദക്കറാണെങ്കിൽ അദദ് എന്താവണം? മുദക്കർ ആകണം എന്നാണ് 1, 2ൻ്റെയും നിയമം. അത് ഞാൻ ഷോർട്ടായിട്ട് പറയാണ്. മഅദൂദ് എണ്ണപ്പെടുന്ന വസ്തു അത് മുദക്കറാണെങ്കിൽ അദദ് എണ്ണ സംഖ്യ എന്താവണം? മുദക്കർ ആകണം. ഇനി എണ്ണപ്പെടുന്ന വസ്തു മുഅന്നസ് ആണെങ്കിൽ എണ്ണ സംഖ്യയും മുഅന്നസ് ആകണം. അപ്പോൾ ശരിയായ ആൻസർ ഏതാ? അതിൽ ബി ആണ്, ഓപ്ഷൻ ബി ആണ്, വാഹിദ് എന്നാണ്. ഓക്കെ, അടുത്തത് ഇഖ്തറി സ്വഹീഹ്, താഴെ കൊടുത്തതിൽ നിന്ന് ശരിയായത് കണ്ടെത്താനാണ്. വഹുവല്ലദീ ലഹറ മിനൽ ഉലമാഇ ലിമുഹാറബത്തി അൽ ഹുകൂമ അൽ ഇൻജിലിസിയ. ഹറക്കത്ത് ഇട്ടിട്ടില്ല. ഓക്കെ, വഹുവല്ലദീ ലഹറ മിനൽ ഉലമാഇ ലിമുഹാറബത്തി അൽ ഹുകൂമ അൽ ഇൻജിലിസിയ. ഏതായിരിക്കും ശരിയായ ആൻസർ? ഇവിടെ നമ്മളിങ്ങനെ നോക്കുക, ലിമുഹാറബത്തി അൽ ഹുകൂമത്തി, ഇതെന്താണ് സാധനം അല്ലേ? മുലാഫുൻ ഇലൈഹിയാണ് അല്ലേ? മുലാഫുൻ ഇലൈഹി എപ്പോഴും എന്തായിരിക്കും? ജറായിരിക്കും, മജ്റൂറായിരിക്കും. അല്ല ഹുകൂമത്തി എന്നുള്ളത്. അപ്പോൾ ഈ ഹുകൂമത്തിൻ്റെ സിഫത്താണ് ഏത്? ഇൻജിലിസിയ.
നഅത്ത് മൻഊത്ത് അന്നഅത്തു തത്ബഉൽ മൻഊത്ത. ഈ നഅത്ത് ഈ മൻഊത്തിനെ പിന്തുടരും. ഫി ഹാലി റഫ്ഇഹി വജരിഹി വനസ്ബിഹി അലിഫ്ലാമിലൊക്കെ എന്ത് ചെയ്യും? ഇത് പിന്തുടരും. അപ്പം ലി മുഹാറബത്തി അൽ ഹുകൂമത്തി അൽ ഇൻജിലിസിയത്തി. ഏതാ ആൻസർ? അതെ, ബി ആണ് ശരിയായ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. സാഅത്തുൽ മദ്റസത്തി. സാഅത്തുൽ മദ്റസത്തി നേരത്തെ നമ്മൾ പറഞ്ഞ മുലാഫുൻ ഇലൈഹി ആയിട്ടാണ് ഇവിടെ പറയുന്നത്. സാഅത്തുൽ മദ്റസത്തി, മദ്രസതല്ല പറയണത്, സാഅത്തുൽ മദ്റസത്തി. അതെ, സ്കൂളിൻ്റെ വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക് അല്ലെങ്കിൽ സാഅത്തുൽ മുദരിസ എങ്ങനെയും വായിക്കാം അല്ലേ. സാഅത്തുൽ മുദരിസത്തി അധ്യാപികയുടെ സാഅത്ത് വാച്ച്. അൽ ജദീദു അൽ ജുദദ് ജദീദ് ജദീദത്ത്. ഏതാണ്? അതെ ജദീദത്താണ് ശരിയായ ആൻസർ. ഓക്കെ, അപ്പോൾ വീണ്ടും പറയുന്നു, ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അക്കല മുഹമ്മദുൻ. അക്കല മുഹമ്മദുൻ, മുഹമ്മദ് തിന്നു. അപ്പോൾ ഫിഅല് കഴിഞ്ഞു, ഫാഇല് കഴിഞ്ഞു, ഇനി മഫ്ഊലാണ് വരേണ്ടത്. മഫ്ഊൽ. ഓക്കെ, അപ്പം അക്കല മുഹമ്മദുൻ തുഫാഹത്താനി എന്ന് പറയാൻ പറ്റുമോ? അൽ തുഫാഹത്തു എന്നാണോ പറയേണ്ടത്? അതുപോലെ തന്നെ തുഫാഹത്തൈനി എന്നാണോ? അത്തുഫാഹത്തുൻ എന്നാണോ? അല്ലേ? അപ്പോൾ അത്തുഫാഹ താനി രണ്ട് ഇത്. തുഫാഹത്തി എന്നാണോ? അത്തുഫാഹത്തൈനി എന്നാണോ? ഇവിടെ ശരിയായത് സി ആണ്. ഓപ്ഷൻ അത്തുഫാഹത്തൈനി, സി ആണ് ശരിയായ ആൻസർ. കാരണം എന്താണെന്നറിയോ? ഇവിടെ ഫെയില് കഴിഞ്ഞു, ഫാഇല് കഴിഞ്ഞു, ഇനി മഫ്ഊൽ ബിഹിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ അത്തുഫാഹത്തി ഉണ്ട്, അത്തുഫാഹത്തുൻ എന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. ഓക്കെ, മഫ്ഊൽ ബിഹി ഒരിക്കലും തന്നെ എന്ത് ചെയ്യൂല? ജർറ് വരൂല, റഫ്അ് വരൂല. പിന്നെ ഇത് രണ്ടും ഉള്ളത്, ഇത് രണ്ടും മുസന്നയാണ് അല്ലേ. തുഫാഹത്താനി രണ്ടാപ്പിൾ, തുഫാഹത്തൈനി രണ്ടാപ്പിൾ. തുഫാഹത്താനി മുസന്നയെ നമ്മൾ റഫ്അ് ചെയ്യുക അലിഫ് വെച്ചിട്ട്. അപ്പോൾ ഇത് റഫ്ഇൻ്റെ സ്ഥാനത്താണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ മഫ്ഊലാണ് വരേണ്ടത്. മഫ്ഊൽ എപ്പോഴും നമ്മൾ എന്ത് വേണം? നസ്ബ് ചെയ്യണം. അപ്പോൾ ഇവിടെ മുസന്നയെ നമ്മൾ നസ്ബ് ചെയ്യുക എങ്ങനെയാണ്? യാ കൊണ്ടാണ്. അപ്പോൾ തുഫാഹത്തൈനി. ശരിയായ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, തുഫാഹത്തൈനിയാണ്. ഓക്കെ, ഇനി മിൻ അദവാത്തിൽ ഇസ്തിഫ്ഹാം. അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ? ക്വസ്റ്റ്യൻ വേർഡുകളാണ് അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദവാത്തുൽ ഇസ്തിഫ്ഹാം നോക്കുക. ഇതിൽ നിങ്ങൾക്ക് അറിയണ പഅല നിങ്ങൾക്ക് അറിയാം ഏതാണ്? ജറാണ്. അപ്പോൾ അതിനെ നമ്മൾ വെട്ടി. ലന്ന് നിങ്ങൾക്ക് അറിയാം അല്ല, നവാസിബു മുലാരിയാണ്, മുലാരിനെ നസ്ബ് ചെയ്യുന്ന അറബാണ്. ഓക്കെ, ഇതാ ഇല്ല നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ ഐന അല്ല, ഐന ഫെമിലിയർ ആയിട്ടുള്ളതാണ്, നമുക്കറിയണതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ. അടുത്തത് നേരത്തെ ഫസ്റ്റ് ചോദ്യത്തിൽ പറഞ്ഞാണ്, എല്ലാവർക്കും ഉത്തരം കിട്ടും. അൽ മഫ്ഊലു യകൂനു മർഫൂഅൻ മൻസൂബൻ മജ്റൂറൻ കുല്ലുൻ സഹീഹ്. അപ്പോൾ ഈ കുല്ലുൻ സഹീഹ് നമുക്ക് വെട്ടാം അല്ലേ. ഇനി ഏതാണ് വരിക? അതെ, പറഞ്ഞോളി. അതെ, മൻസൂബാണ് ശരിയായി. അൽ മഫ്ഊലു ബിഹി ഇസ്മുൻ മൻസൂബുൻ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി 10ാമത്തെ അവസാനത്തെ ചോദ്യമാണ് ഇഖ്തർ അസ്സഹീഹ് ലിൽ ബൈത്തി. നേരത്തെ നമ്മൾ പറഞ്ഞ അദദ് മഅദൂദിൽ പെട്ടുള്ള ചോദ്യമാണ്. ലിൽ ബൈത്തി സബ്ഉ അബ്വാബിൻ, ലിൽ ബൈത്തി സബ്അതു ബാബിൻ, ലിൽ ബൈത്തി സബ്അതു അബ്വാബിൻ, ലിൽ ബൈത്തി സബ്അതു ബാബൻ. ഇതിലേതാണ് ശരി? ഞാൻ പറഞ്ഞല്ലോ 3 മുതൽ 9 വരെ അല്ലെങ്കിൽ 10 വരെ ഒരു നിയമമാണ്. അതായത് എണ്ണപ്പെടുന്ന വസ്തു. ഇപ്പോൾ ഇവിടെ ശരിയായ ആൻസർ സി ആണ്. അപ്പോൾ എണ്ണപ്പെടുന്ന വസ്തു മുദക്കറാണെങ്കിൽ എണ്ണൽ സംഖ്യ മുഅന്നസാകണം. എണ്ണപ്പെടുന്ന വസ്തു മുഅന്നസാണെങ്കിൽ എണ്ണൽ സംഖ്യ മുദക്കർ ആകണം. അങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ അബുവാബ് എന്ന് പറയുമ്പം അതിൻ്റെ എന്താ എടുക്കേണ്ടത്? നമ്മൾ അതിൻ്റെ മുഫ്രദാണ്, ഏകവചനം എടുക്കേണ്ടത്. ബാബ് മുദക്കറോ മുഅന്നസോ? മുദക്കറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്തു? സബ്അതു എന്ന് പറഞ്ഞു. ഓക്കെ,
അപ്പോൾ ഈ നഹ്വിയായ പാട്ട് അദദ് മഅദൂദ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.